നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഫോംഡ് യൂസിങ് ഓൾ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഫ്രൈഡേ. ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു വേർഡ്, അതിനെ മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും? ആ വേർഡ്സുകളൊക്കെ കണ്ടെത്തുമ്പോൾ യൂസിങ് ഈച്ച് ലെറ്റർ എക്സാക്ട്ലി വൺസ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? റിപ്പീറ്റേഷൻ പാടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രൈഡേ എന്ന് പറയുന്ന വേർഡ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിലെ എല്ലാ ലെറ്ററുകളും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സുകളാണ്. എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് ആയതുകൊണ്ടും ഒരേ സമയം നമ്മൾ എല്ലാ ലെറ്ററും ഉപയോഗിക്കേണ്ടത് കൊണ്ടും നമ്മുടെ എൻ എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും ഒരേ നമ്പർ തന്നെയാണ് വരിക. അപ്പോൾ ഇതിൽ എത്ര ലെറ്ററുകൾ ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 5 6 ലെറ്റേഴ്സുകൾ ഉണ്ട്. അപ്പോൾ എൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. എല്ലാ ലെറ്റേഴ്സും ഒരേ സമയം ഉപയോഗിക്കണം. അതുകൊണ്ട് നമുക്ക് ആർ എന്ന് പറയുന്നത് എന്താണ്? 6 തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറയുന്നത്? എല്ലാ ലെറ്ററും ഒരു തവണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ എത്ര വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ചോദ്യം. ആകെ 6 ലെറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യണം? 6 ലെറ്ററും നമ്മൾ ചൂസ് ചെയ്യണം. വേർഡ്സ് ഈക്വൽ ടു 6p6 is equal to factorial which is equal to 720. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ. How many of them have first letter is a vowel? നമ്മളൊക്കെ 720 വേർഡ്സുകൾ ടോട്ടലായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ആ 720 വേർഡ്സുകളിൽ എത്ര വേർഡ്സുകളിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് വവൽ ആകുന്ന രീതിയിൽ വരുന്നുണ്ട്? അപ്പൊ നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, ഫ്രൈഡേ എന്ന് പറയുന്നതിൽ വരുന്ന വവൽസുകൾ ഏതൊക്കെയാണ്? വവൽസുകൾ വരിക എ ഇ ഐ ഒ യു കാറ്റഗറിയിൽപ്പെട്ടതാണ് എന്ത് വരുന്നത്? വവൽസ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഇവിടെ അതിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്? ഐ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന കാര്യം വന്നിട്ടുണ്ട്. അപ്പൊ 2 വവലാണ് ഇവിടെ ആകെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടത്തെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? വവലായിരിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് 2 ബോക്സുകൾ ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഇതിലെ ഫസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ചൂസ് ചെയ്യാനുള്ള ഒരു ബോക്സ് ആണത്, അല്ലെങ്കിൽ അത് എഴുതുവാനുള്ള ഒരു ബോക്സ് ആണത്. മറ്റുള്ളതെല്ലാം കൂടി എഴുതുന്നതാണ് രണ്ടാമത്തെ ബോക്സ്. അപ്പൊ ആദ്യത്തെ ബോക്സ് എത്ര രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഐ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? എ എന്ന് പറയുന്ന കാര്യം കൊടുക്കാം. അപ്പൊ അവിടെ എത്ര രീതിയിൽ നമുക്ക് ഇതിനെ ഫില്ല് ചെയ്യാം? 2 വേസിൽ അതിനെ ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് മൊത്തം എത്ര ലെറ്റേഴ്സുകൾ ഉണ്ട്? 6 ലെറ്റേഴ്സുകൾ ഉണ്ട്. ആ 6 ലെറ്ററിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വരും. അത് ചിലപ്പോൾ ഐ ആവാം, അല്ലെങ്കിൽ എ ആവാം. ഏത് വന്നു കഴിഞ്ഞാലും ബാക്കി ഈ ബോക്സിനകത്ത് എത്ര എണ്ണം ഉണ്ടാവുള്ളൂ? 5 എണ്ണം ഉണ്ടാവുള്ളൂ. ആ 5 എണ്ണം എത്ര രീതിയിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം? 5 ഫാക്ടോറിയൽ ബേസിൽ എന്ത് ചെയ്യാം? പെർമ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ 5 ലെറ്ററുകളുണ്ട്, ഇവിടെ ഒരു ലെറ്റർ ഉണ്ട്. മൊത്തം എത്രയായി? 6 ലെറ്ററുകൾ വരും. 6 ലെറ്ററുകളുള്ള വേർഡുകളാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതിൽ ഫസ്റ്റ് ലെറ്റർ വവലാവണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് therefore number of words equal to 2 into 5 factorial which is equal to 240. അടുത്ത ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? How many words with or without meaning can be formed using all the letters of the word chemistry? കെമിസ്ട്രി എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സുകളെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വേർഡ്സുകൾ എന്ന് പറയുന്ന കാര്യം കണ്ടെത്തുകയാണ്. ആ വേർഡ്സുകൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലെറ്റർ എന്ന് പറയുന്നത് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അഥവാ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വേർഡ്സുകൾ കണ്ടുപിടിക്കാം? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വേർഡ്സുകളാണ് നമുക്ക് അവിടെയും കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ആ വേർഡ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിലായിരിക്കണം, എൻഡ് ചെയ്യുന്നത് വൈയിലായിരിക്കണം. അങ്ങനെ എത്ര വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താം? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഒന്നാമത്തേലേക്ക് ഒന്ന് പോവാം.
ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കെമിസ്ട്രി എന്ന് പറയുന്ന വേർഡ്, ആ പറയുന്ന വേർഡിലെ ലെറ്ററുകളെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. CHEMISTRY എല്ലാം എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകളാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 ലെറ്റേഴ്സുകളാണ് ഇതിൽ ആകെയുള്ളത്. 9 ലെറ്റേഴ്സുകളിൽ ഒരേ സമയം നമ്മൾ എത്ര തന്നെ എടുക്കണം? 9 ലെറ്റേഴ്സ് തന്നെ എടുക്കണം. അതായത് 9p9 9 ഫാക്ടോറിയൽ. ഇതിലെ തന്നെ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിയിൽ സ്റ്റാർട്ട് ചെയ്യണം, വൈ എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യണം? എൻഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി 2 ലെറ്ററുകൾ ഫിക്സ് ആയി കഴിഞ്ഞു, സിയും വൈയും ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പം ഇനി ബാക്കി എത്ര ലെറ്ററുകളേ ഉള്ളൂ? ബാക്കി നമ്മുടെ കയ്യിൽ 7 ലെറ്ററുകൾ മാത്രമേ ഉള്ളൂ. 7 ലെറ്ററിൽ ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യണം? 7 ലെറ്ററും ഉപയോഗിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 7p7 which is equal to 7 factorial is equal to 1040. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ഡോട്ടർ എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡ് എന്ന് പറയുന്നതിനെ 8 ലെറ്റർ അറേഞ്ച്മെന്റ്സുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഡോട്ടർ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ നോക്കുക, അതിലെ എല്ലാ ലെറ്ററുകളും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എത്ര ലെറ്ററുകൾ ആകെ ഉണ്ട്? 8 ലെറ്റേഴ്സുകളാണ് ആകെ അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് 8 ലെറ്റർ അറേഞ്ച്മെന്റ്സ് ആണ്. അതിനകത്ത് ആകെയുള്ളത് 8 ലെറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എല്ലാ ലെറ്ററുകളും ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച്മെന്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇനി നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഇങ്ങനെ 8 ലെറ്റർ അറേഞ്ച്മെന്റ്സുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ എല്ലാ വവ്വൽസും ഒരുമിച്ച് നിൽക്കുന്ന എത്ര അറേഞ്ച്മെന്റ് ഉണ്ട്? എല്ലാ വവ്വൽസും ഒരുമിച്ച് നിൽക്കാത്ത എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട്? ഈ 2 സബ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് അതിന് ആദ്യത്തേതിലേക്ക് ഒന്ന് പോകാം. ഡോട്ടർ എന്ന് പറഞ്ഞ വേർഡാണ്. അതിൽ എത്ര ലെറ്റേഴ്സുകളുണ്ട്? 8 ലെറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ അറേഞ്ച്മെന്റ് ഈക്വൽ ടു എത്രയാണ് വരിക? 8 ഫാക്ടോറിയൽ. 8 ലെറ്റേഴ്സുകളാണ് ആകെ ഉള്ളത്. അതിലെ 8ഉം ഒരേ സമയം യൂസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 8p8 വരും, അതായത് 8 ഫാക്ടോറിയൽ വരും. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യാനുള്ളത്? എല്ലാ വവൽസുകളും ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ബോക്സ് വരയ്ക്കുക, എല്ലാ വവൽസുകളെയും ഇതിനകത്താക്കുക. ഡോട്ടർ എന്ന് പറയുന്ന വേർഡിൽ വരുന്ന വവൽസുകൾ ഏതൊക്കെ വരും? എ എന്ന് പറയുന്നത് വരുന്നുണ്ട്, യു വരുന്നുണ്ട്, ഇ വരുന്നുണ്ട്. അപ്പോ 3 ലെറ്ററുകൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ബാക്കി 5 ലെറ്ററുകൾ എവിടെ വരും? പുറത്ത് വരും. നമ്മുടെ ഏത് അറേഞ്ച്മെന്റ് ചെയ്താലും 8 ലെറ്റർ വരണം. 5 + 3 8. അപ്പൊ നമ്മൾ ഇതിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ 5 ഒബ്ജക്റ്റും ഈ ഒരു ഒബ്ജക്റ്റും കൂടി ചേരുമ്പോൾ മൊത്തം 6 ഒബ്ജക്റ്റുകളായി. ഈ 6 ഒബ്ജക്റ്റുകളിൽ 6ഉം ഒരേ സമയം എടുത്തുകൊണ്ട് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 6 ഫാക്ടോറിയൽ നേഴ്സിന് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. 6ൽ ഒരേ സമയം 6ഉം എടുത്തുകൊണ്ട് 6 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. സിംഗിൾ ഒബ്ജക്റ്റ് മാത്രം ഒബ്സർവ് ചെയ്യാം. സിംഗിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിൽ 3 ലെറ്ററുകളാണുള്ളത്. 3 ലെറ്ററുകളിൽ 3ഉം ഒരേ സമയം എടുത്തുകൊണ്ട് എത്ര അറേഞ്ച്മെന്റുകൾ നടത്താം? നമുക്ക് 3 ഫാക്ടോറിയൽ വേസിൽ അതിനെ അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാ വവൽസുകളും ഒരുമിച്ച് നിൽക്കുന്ന 8 ലെറ്റർ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ which is equal to 4320. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വവൽസുകൾ ഒരുമിച്ച് നിൽക്കാത്ത എത്ര അറേഞ്ച്മെന്റ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഫാക്ടോറിയൽ ആണ്. ഒരുമിച്ച് നിൽക്കുന്ന അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4320 ആണ്. അപ്പോൾ ഒരുമിച്ച് നിൽക്കാത്തത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്നും ഒരുമിച്ച് നിൽക്കുന്നത് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. നമ്പർ ഓഫ്
8 letter arrangements. Number of 8 letter arrangements equal to 8 factorial minus 6 factorial into 3 factorial. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് find n if 3 into np4 equal to 5 into n minus 1 p4. എന്നിന്റെ വാല്യൂ കാണണം. ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷനിൽ നിന്ന് എന്നിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതായത് NPR എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. NPR equal to n factorial by n minus r factorial 3 into NP4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n factorial by n minus 4 factorial equal to 5 into n minus 1 p4 ആണ്. അപ്പോൾ n minus 1 factorial divided by n minus 1 minus 4 factorial. np4 ആണെങ്കിൽ n ന്റെ ഫാക്ടോറിയൽ എടുക്കും, ഇതിന്റെ ഡിഫറൻസിന്റെ ഫാക്ടോറിയൽ താഴെ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ n minus 1 ആണ്, അതുകൊണ്ട് n minus 1 ഫാക്ടോറിയൽ വരും. പിന്നെ ഇതിന്റെ ഡിഫറൻസിന്റെ ഫാക്ടോറിയൽ ആണ് എന്ത് വരിക? താഴെ വരുന്നത്. അപ്പോൾ n minus 1 minus 4 ഫാക്ടോറിയൽ 3 into n factorial by n minus 4 factorial equal to 5 into n minus 1 factorial by n minus 5 factorial. n factorialum n minus 1 factorialum തമ്മിലുള്ള കണക്ഷൻ എന്താണ്? n factorial എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ n വരെ മൾട്ടിപ്ലൈ ചെയ്യാം. n minus 1 factorial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ n minus 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും? n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n minus 1 ഫാക്ടോറിയൽ ഇൻറ്റു n-ന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ പറയാം 3 into n minus 1 ഫാക്ടോറിയൽ ഇൻറ്റു n ഡിവൈഡഡ് ബൈ n4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 2 into 3 into etc n minus 4 equal to 5 into n minus 1 ഫാക്ടോറിയൽ by n minus 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into 2 into 3 into n minus 5. n minus 1 ഫാക്ടോറിയലും n minus 1 ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് n minus 4 വരെ അവിടെ എന്ത് വരുന്നുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പുറത്താണെങ്കിലോ 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് n minus 5 വരെ നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇത് എഴുതുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, തുടർച്ചയായി 1 ആഡ് ചെയ്തിട്ടാണ് ഈ ടേമുകൾ വരുന്നത്. ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്ക് ഇത് രണ്ടിലും കോമൺ ആയ കുറച്ച് ടേംസുകളുണ്ട്. അത്രയും ടേംസുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന കാര്യത്തിൽ n minus 4ന്റെ പിന്നിൽ എന്തായിരിക്കും ഉണ്ടാവുക? n minus 5 ആണ് ഉണ്ടായിരിക്കുക. കാരണം n minus 5നോട് കൂടി 1 കൂട്ടിയാൽ മാത്രമേ എന്താവുള്ളൂ? n minus 4 ആവുകയുള്ളൂ. അപ്പോൾ ശരിക്കും ഇവിടെ എന്തുണ്ട്? 1 മുതൽ n minus 5 വരെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും അതുപോലെ 1 മുതൽ n minus 5 വരെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 1 മുതൽ n minus 5 വരെ ക്യാൻസൽ ചെയ്യും. ഇവിടെ നിന്ന് 1 മുതൽ എന്ത് വരും? n minus 5 വരെ ക്യാൻസൽ ചെയ്യും. ബാക്കി അവിടെ എന്ത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ? n minus 4 എന്ന് പറയുന്ന ആശയം മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് 3n by ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. 3n by n minus 4 equal to 5 by 1 implies 3n equal to 5n minus 20. 5n minus 3n equal to 20. ചെയ്തിരിക്കുന്നത് -20 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. 3n എന്ന് പറയുന്നതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് 5n minus 3n എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? 20 ആണെന്ന് എഴുതാം. അതായത് 2n equal to 20, n is equal to 20 by 2. 20 by 2 is equal to 10. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് r if 5pr equal to 6pr minus 1. 5pr എന്ന് പറയുന്നത് 6pr minus 1ന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ r-ന്റെ വാല്യൂ എന്തായിരിക്കും? ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 5pr എന്ന് പറഞ്ഞാൽ 5 factorial by 5 minus r factorial equal to
6p r minus 1 എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് r മൈനസ് 1 ഫാക്ടോറിയൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ബ്രാക്കറ്റിംഗ് കേസുകളൊക്കെ അതുപോലെ തന്നെ ഇടണം, അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ 5 ഫാക്ടോറിയൽ ഇവിടെ കാണാം, 6 ഫാക്ടോറിയൽ കാണാം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 മുതൽ 5 വരെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, എന്തോടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൂടി അതിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾക്ക് ശരിക്കും രണ്ട് സൈഡിലായിട്ട് 1 മുതൽ 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5 ഫാക്ടോറിയലും 6 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്താൽ ഇവിടെ ബാലൻസ് എന്ത് വരും? 6 എന്ന് പറയുന്ന നമ്പർ വരും. ഇനി ഈ ഫാക്ടോറിയലും ഈ ഫാക്ടോറിയൽ റേഷൻ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. 1 into 2 into 3 into etc. 5 minus r equal to 6 by 1 into 2 into 3 into etc. 6 minus r minus 1. ഇനി നമ്മൾ ഇതിന്റെ നേരെ പിന്നിൽ വരുന്ന ടേം കിട്ടണമെങ്കിൽ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ 1 ആഡ് ചെയ്യുക, ലെഫ്റ്റിലേക്കാണെങ്കിൽ 1 എന്ന് പറയുന്ന കാര്യം മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, 6 മൈനസ് r മൈനസ് 1 എന്ന് പറയുന്ന കാര്യം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മൈനസ് r പ്ലസ് 1 എന്ന് പറയുന്നതായിരിക്കും കിട്ടുക. അപ്പോൾ ശരിക്കും ഈ ടേം എന്താ? 6 മൈനസ് r പ്ലസ് 1 ആണ്. ഇതിൽ നിന്നും 1 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ഇതിന്റെ ലെഫ്റ്റിൽ വരുന്നത് 6 മൈനസ് r. ഒരു ടേം കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 6 മൈനസ് r മൈനസ് 1. ഇനി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തും. 1 by 1 into 2 into 3 into etc. 5 minus r equal to 6 by 1 into 2 into 3 into etc. 6 minus r minus 1 എന്ന് പറഞ്ഞാൽ 5 minus r into 6 minus r into 6 minus r minus 1. എന്താണ്? 6 minus r plus 1 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 minus r എന്ന് പറഞ്ഞ് എഴുതാം. ഇതില് 1 തൊട്ട് 5 മൈനസ് 6 വരെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിലെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി 1 മാത്രമേ അവിടെ ഉള്ളൂ. 1 is equal to 6 by അവിടെ ക്യാൻസൽ ചെയ്യാതെ നിൽക്കുന്നത് 6 മൈനസ് r ഇൻറ്റു 7 മൈനസ് r. അതായത് 6 മൈനസ് r ഇൻറ്റു 7 മൈനസ് r ഈക്വൽ ടു 6. 42 മൈനസ് 6r മൈനസ് 7r പ്ലസ് r സ്ക്വയർ ഈക്വൽ ടു 6. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ r സ്ക്വയർ മൈനസ് 13r പ്ലസ് 42 മൈനസ് 6 ഈക്വൽ ടു 0. ആദ്യം r സ്ക്വയർ എഴുതി, പിന്നെ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 13r വരും. മൈനസ് 13r എഴുതി, പിന്നെ പ്ലസ് 42 എഴുതി, പ്ലസ് 6 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? മൈനസ് 6 എന്ന് പറയുന്ന ആശയം വരും. അതായത് r സ്ക്വയർ മൈനസ് 13r പ്ലസ് 36 ഈക്വൽ ടു 0. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ആറിലുള്ളതാണ്. ഫോർമുല ഉപയോഗിക്കാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ ആശയം ഉപയോഗിക്കാം. നമ്മൾ ഫാക്ടറൈസേഷൻ ഐഡിയയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക് ചെയ്യാണ്. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 വരണം. അതേ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് 13 വരണം. അങ്ങനെ വരുന്നത് 9 into 4 ആണ് എന്ത് വരിക? 36 വരിക. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും ചെയ്യും? 13 വരും ചെയ്യും. ഈ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാണ്. r മൈനസ് 9 ഇൻറ്റു r മൈനസ് 4 ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് 36, ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് 13. അപ്പോൾ അത് ഈക്വലൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് r എന്ന് പറയുന്നതിന് രണ്ട് വാല്യൂ കിട്ടാം. 9 ആവാം, അല്ലെങ്കിൽ 4 ആവാം. ഇതിലെ ഒരു വാല്യൂ ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 9 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കുക, നിങ്ങൾ 5p 9 വരും. അതായത് 5 ഒബ്ജക്റ്റിൽ നിന്നും ഒരേ സമയം നമ്മൾ 9 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതൊരിക്കലും പോസിബിൾ അല്ല.
അപ്പോൾ ആറിൻ്റെ വാല്യൂ ഒരിക്കലും എന്തെടുക്കാൻ പാടില്ല, 9 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാൻ പാടില്ല. അപ്പോൾ ഏത് വാല്യൂ മാത്രമേ അവിടെ വരുള്ളൂ, 6 എന്ന് പറയുന്നത് 4 ആയിരിക്കും നമ്മുടെ എന്ത് വരിക, ഫൈനൽ ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റിനോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 5PR ഈക്വൽ ടു 6PR മൈനസ് 1 എന്ന് പറഞ്ഞത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉണ്ടായിരുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 5PR ഈക്വൽ ടു 4 ഇൻറ്റു 6PR മൈനസ് 1 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ, അതായത് ഇതിനോടൊപ്പം ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻസുകളൊക്കെ വരാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നാലും നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലാണ് അത് ചെയ്തു പോവേണ്ടത്. അതിൻ്റെ ക്യാൻസലേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ക്യാൻസലേഷൻ വരിക. പിന്നെ ഇവിടെ ഇങ്ങനെ കോൺസ്റ്റന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ 4 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനലായി കിട്ടുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വാല്യൂ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് പെർമ്യൂട്ടേഷൻസ് ബി അറേഞ്ച്ഡ് ഇഫ് ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ്? അതായത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്, പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡ് എന്ന് പറയുന്നതിനെ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. ആ അറേഞ്ച്മെന്റ് നടത്തുമ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിയിലും എൻഡ് ചെയ്യുന്നത് എസ്സിലുമായിട്ടുള്ള എത്ര വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത്, there are always 4 letters between P and S. പിന്റെയും എസിന്റെയും ഇടയിൽ കൃത്യം 4 ലെറ്ററുകൾ കിടക്കുന്ന രീതിയിൽ എത്ര വേർഡ്സുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും? പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നതിൽ എത്ര ലെറ്ററുകൾ ഉണ്ട് നോക്കാം. n is equal to 2, 4, 6, 8, 10, 12. ടോട്ടലായിട്ട് 12 ലെറ്റേഴ്സിലുണ്ട്. ഇതിൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ചില ലെറ്ററിന് എന്തുണ്ട്, റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ലെറ്റർ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, ടി എന്ന് പറയുന്നത് മാത്രം അതിൽ റിപ്പീറ്റേഷൻ കാണാം, 2 തവണ കാണാം. അപ്പോൾ ടി എന്ന് പറയുന്നത് എത്ര തവണയുണ്ട്, 2 തവണയുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അറേഞ്ച്മെന്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, 12 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടൽ അറേഞ്ച്മെന്റ് കാണാൻ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് പിയിലായിരിക്കണം, എൻഡ് ചെയ്യുന്ന എസിലായിരിക്കണം. അങ്ങനെയുള്ള എത്ര വേർഡ്സുകൾ കിട്ടുന്നതാണ്. നമ്പർ ഓഫ് വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ് ഈക്വൽ ടു, പിയിൽ സ്റ്റാർട്ട് ചെയ്യണം, എസിൽ എൻഡ് ചെയ്യണം. പിയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്റർ ഫിക്സ് ചെയ്തു, എസ് എന്ന് പറയുന്നതിൽ അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഒരു ലെറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് റിപ്പീറ്റേഷൻ ഇല്ലാത്ത 2 ലെറ്ററുകളാണ് ഇത് രണ്ടും. ഇത് രണ്ടും ഓരോ പൊസിഷനുകളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി 10 ലെറ്റേഴ്സ് നമ്മുടെ കയ്യിലുള്ളൂ. ആ 10 ലെറ്റേഴ്സിൽ എന്തുണ്ട്, 2 ലെറ്റേഴ്സുകൾ ടി ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ പിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും എസിൽ എൻഡ് ചെയ്യുന്നതുമായ വേർഡ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, പിന്റെയും എസിന്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന രീതിയിൽ എത്ര വേർഡ്സുകൾ കണ്ടെത്താം? 12 വേക്കൻറ്റ് പ്ലേസുകൾ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോക്സുകളായിട്ട്. ആ 12 വേക്കൻറ്റ് പ്ലേസുകളിൽ 2 ബോക്സ് ശരിക്കും ഫില്ല് ചെയ്യുന്ന എന്താണ്, ഒന്ന് പിയും മറ്റേത് എസുമാണ്. അപ്പോൾ ബാക്കിയുള്ള ബോക്സുകളെ എത്ര രീതിയിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം? ബാക്കി 10 ലെറ്റേഴ്സുകളാണുള്ളത്. ആ 10 ലെറ്റേഴ്സിൽ 2 ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആയിരിക്കും. ഇനി നമുക്കറിയേണ്ടത് എന്താണ്, പിന്റെയും എസിന്റെയും ഇടയിൽ 4 ലെറ്ററുകൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം, ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ബോക്സിന്റെ അവിടെ തന്നെ ഇവിടെ പി കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 4 ബോക്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരുന്നത്, എസ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. അതേമാതിരി വീണ്ടും 4 ബോക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ പി എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. ഇതിങ്ങനെ മാത്രമല്ല, എസ് ഇവിടെയും പി അപ്പുറത്തുമായിട്ടും നമുക്ക് കൊടുക്കാം. അപ്പൊ ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ 2 പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ശരിക്കും എത്ര പോസിബിലിറ്റി ടോട്ടലായിട്ട് വരും, അവിടെ 4 പോസിബിലിറ്റി വരുന്നുണ്ട്. പ്ലസ് പി എന്ന് പറയുന്നതിനെ അടുത്ത ബോക്സിന്റെ അവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ 4 ബോക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, എസ് വരും. വീണ്ടും 2 4 ബോക്സ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, പി എന്ന്
എന്ന് പറഞ്ഞ കാര്യം കയറി വരും. അപ്പൊ ഇതും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മുൻപേ പറഞ്ഞതുപോലെ തന്നെ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. പ്ലസ് വീണ്ടും പി നമ്മൾ മുൻപിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ എസ് അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടും. പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെ 4 ബോക്സ് കഴിഞ്ഞിട്ട് വേണം പി വെക്കാൻ. പക്ഷെ അതിന് ബോക്സുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ എത്ര രീതിയിലേ പറ്റുള്ളൂ? 2 രീതിയിലേ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്ലസ് വീണ്ടും പി ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എസ് ഇങ്ങോട്ട് വരും. അപ്പൊ 2 രീതിയിലേ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്ലസ് വീണ്ടും പി മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 2 രീതിയിലൂടെ കൂടി കണക്ട് ചെയ്യാം. അപ്പോ പിന്റെയും എസിന്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് 4+4+2+2+2, അതായത് 14 വേസിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പിന്റെയും എസിന്റെയും ഇടയിൽ 4 ലെറ്ററുകൾ വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് മാത്രമാണ് 14 എന്ന് പറഞ്ഞ കാര്യം. നമുക്ക് അങ്ങനെ ഇടയിലുള്ള 4 കേസുകൾ മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ ബോക്സുകളും ഫില്ല് ചെയ്യണം. എല്ലാ ബോക്സുകളും ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനോടുകൂടി എന്തുകൂടി നമ്മൾ ആലോചിക്കാനുണ്ട്? ബാക്കി നിൽക്കുന്ന 10 ബോക്സുകൾ, ആ 10 ബോക്സുകൾ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 1 ഫാക്ടോറിയൽ വേസിൽ ഫില്ല് ചെയ്യാം. എടുക്കുന്ന ലെറ്ററുകൾ റിപ്പീറ്റേഷൻ ഉണ്ടോ? 2t ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് വേർഡ്സ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 14. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അതുമാതിരി തന്നെ എൻഡ് ചെയ്യുമ്പോഴും ഉള്ള അറേഞ്ച്മെൻറ്റ്സുകളുടെ കാര്യം, സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് മാത്രം വരുന്ന കാര്യം, വൊവൽസുകൾ ഒരുമിച്ച് നിൽക്കുന്നത്, വൊവൽസുകൾ ഒരുമിച്ച് നിൽക്കാത്തത്, ഇത്തരം എല്ലാ കേസുകളും നമ്മൾ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ ചെയ്തു പഠിക്കുക. ഈ സെക്ഷനിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ചെയ്തു പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്.